നമസ്കാരം. ഒരു വീടിന്റെ വിളക്കാണ് സ്ത്രീകൾ. ഒരു സ്ത്രീ അഥവാ ഒരു വീട്ടമ്മ ഗൃഹനാഥ ഇല്ലാത്ത വീടും ഗൃഹനാഥ ഉള്ള വീടും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവുക തന്നെ ചെയ്യും. വരും തലമുറയെ കൃത്യമായി വാർത്തെടുക്കുവാൻ ഒരു സ്ത്രീക്ക് വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. എത്ര തന്നെ മറ്റെല്ലാവരും പരിശ്രമിച്ചാലും സ്ത്രീക്ക് മാത്രമേ മറ്റുള്ളവരുടെ മനസ്സ് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് തൻ്റെ എത്ര വലിയ തിരക്കിനിടയിലും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാവിധി നൽകുന്നതിനും സാധിക്കുക തന്നെ ചെയ്യും. പുരുഷനേക്കാൾ പൊതുവെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കഴിവ് തന്നെയാണ് ഇത്. വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ചെറിയ മാറ്റങ്ങൾ പോലും സ്ത്രീകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാകുന്നു. സ്ത്രീകൾ അത് ഏത് പ്രായത്തിൽ ആയിരുന്നാലും നൈസർഗികമായി ഈ കഴിവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിന് കാരണം ജഗജ്ജനനിയായ ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് ജന്മന ഉണ്ടാകുന്നതിനാലാകുന്നു. ഈ കാരണത്താൽ ഇവരിൽ ദൈവിക ഊർജം വളരെ പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യും. പുരുഷനേക്കാൾ വളരെ സങ്കീർണമായ ശരീര ഘടനയും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോയിലൂടെ സ്ത്രീകളെ ഒരിക്കലും അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്ത അഥവാ പറയാൻ പാടില്ലാത്ത 3 വാക്കുകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശാപവാക്കുകൾ. സ്ത്രീ എന്നാൽ ജഗത് ജനനിയാണ്. ഈ സൃഷ്ടി തന്നെ സ്ഥിതി ചെയ്യുന്നത് നിലനിൽക്കുന്നത് സ്ത്രീകളാലാകുന്നു. എന്നാൽ സ്ത്രീകൾ അഥവാ പെൺകുട്ടികൾ ജനിക്കാതെ ആവുന്നുവോ എന്ന് ഇത്തരത്തിൽ സംഭവിക്കുന്നുവോ അന്ന് സൃഷ്ടി ഇല്ലാതെയാകും എന്നത് വാസ്തവം തന്നെയാകുന്നു. അതിനാൽ തന്നെ സ്ത്രീകളെ ഒരിക്കലും ശാപവാക്കുകൾ പറയുവാൻ പാടില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശാപവാക്കുകൾ നാം ഉച്ചരിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് ഊർജങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇത് ദോഷകരം തന്നെയാകുന്നു. ആരുടെ അടുത്തും ശാപവാക്കുകൾ പറയുവാൻ പാടുള്ളതല്ല. ഇത് ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. എന്നാൽ മാത്രമേ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം താഴുവാൻ അത് സഹായകരമാകൂ എന്ന കാര്യവും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ശാപവാക്കുകൾ പറയുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ വർദ്ധിക്കുകയും വന്നു ചേരുകയും ചെയ്യും. അതിനാൽ തന്നെ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അപവാദം. ഇല്ലാത്ത ഒരു കാര്യം അത് ആരെപ്പറ്റി ആയിരുന്നാലും ഒരിക്കലും പറയുവാൻ പാടുള്ളതല്ല. ഇത് ദോഷകരമായി ഭവിക്കും. അനാവശ്യമായി മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുമ്പോൾ നാം ചിന്തിക്കണം, എത്രയോ പേർ സമാനമായ രീതിയിൽ നമ്മെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടാകും എന്ന്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നും നാം ഒഴിവാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുകയോ പാടുള്ളതല്ല എന്ന കാര്യം പ്രത്യേകിച്ചും നാം ഓർക്കേണ്ടതാകുന്നു. സ്ത്രീകളെക്കുറിച്ച് ഒരിക്കലും ഇത്തരത്തിൽ അപവാദം പറഞ്ഞ് പരത്തുവാൻ പാടുള്ളതല്ല. നേരിൽ കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ വാക്കിന്റെ പുറത്ത് നാം മറ്റുള്ളവരെ കുറിച്ച് വാർത്തകൾ, അതായത് മോശമായ രീതിയിൽ പറഞ്ഞ് പരത്തുവാൻ പാടുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ, അപവാദങ്ങൾ തിരിച്ച് നിങ്ങളും കേൾക്കേണ്ടി വരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് ഇത് കാരണമാകും എന്ന് തന്നെ പറയാം. കഴിവതും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ കുറ്റം പറയാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. ഇനി അഥവാ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ആ സമയം ഒഴിവാക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തികളെ നാം ഒഴിവാക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും സൗഖ്യം, സമാധാനം എന്നിവ വന്ന് ചേരുകയും ചെയ്യും.
നടക്കില്ല എന്ന്. അമാനുഷികമായ ശക്തി ഉള്ളവർ തന്നെയാണ് സ്ത്രീകൾ. അവരുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് സ്വയം അറിയണമെന്നോ അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നോ ഇല്ല. എന്നിരുന്നാലും പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ ഈ അമാനുഷികമായ ശക്തി പ്രകടമാവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതായി കാണുമ്പോൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കുട്ടിയെ ഇവർ രക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതേസമയം എങ്ങനെ ആ കാര്യം ചെയ്തു, അതായത് ആ സമയം എപ്രകാരം താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പലപ്പോഴും ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. ഇത്തരത്തിൽ സ്ത്രീകളെ ഒരിക്കലും നാം ചെറുതായി കാണുവാൻ പാടുള്ളതല്ല. അവരിൽ സ്വയം ദേവീ ചൈതന്യം ഉണ്ട് എന്ന തിരിച്ചറിവ് ഏവർക്കും വേണ്ടതാകുന്നു. ഈ കാര്യം തിരിച്ചറിയുക തന്നെ വേണ്ടതാകുന്നു. ഇത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുവാൻ ഇത്തരത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അപമാനിക്കരുത്. നാം സമൂഹ ജീവി തന്നെയാകുന്നു. നമുക്ക് അതിജീവനത്തിനായി സമൂഹം ആവശ്യം തന്നെയാകുന്നു. സമൂഹത്തിൽ പല തരത്തിലുള്ള വ്യക്തികളുമായി കണ്ടുമുട്ടുകയും അവർ വളരെ വ്യത്യസ്തർ ആകുന്നതുമാകുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് പരിചയമുള്ളവരെ ഇല്ലാത്തവരുടെയോ മുൻപിൽ വച്ച് സ്ത്രീകളെ അപമാനിക്കും വിധം അഥവാ കുട്ടികളെ അപമാനിക്കും വിധം ഒരിക്കലും സംസാരിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ പറയുന്നത് അതീവ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്നത് വാസ്തവമാകുന്നു. അതായത് ഇത്തരത്തിൽ അപമാനിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. സ്വകർമ്മത്താൽ ജീവിതത്തിൽ പല ദുഷ്പേരുകളും കേൾക്കേണ്ടി വരികയും ചെയ്യും. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അമിതമായി എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ അധികമായാൽ അത് വിഷം തന്നെയാകുന്നു. അതിനാൽ സ്ത്രീകൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരുമായി സൗഹൃദം നിലനിർത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ നിൽക്കരുത്. ഇത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും ചില അവസരങ്ങളിൽ മറ്റുള്ളവരുടെ പ്രവർത്തികളാൽ തട്ടിത്തെറിച്ച് പോകുന്നതാകുന്നു. അതിനാൽ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ, ശരിയായ രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മോശം വാക്കുകൾ. വീട്ടിലെ സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ ദേവിയെപ്പോലെ തന്നെയാണ് നാം കരുതുന്നത്. അവർ സ്വയം ദേവി തന്നെയാകുന്നു. ലക്ഷ്മി ദേവി തന്നെയാണ് അവർ. അതിനാൽ തന്നെ അവരെ തരം താഴ്ത്തുന്ന വാക്കുകൾ കളിയായിട്ടാണ് എങ്കിൽ പോലും പറയുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ പറയുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ജീവിതത്തിൽ നിന്നും മോശം വാക്കുകൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും മോശം വാക്കുകളോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റമോ പറയുവാൻ പാടുള്ളതല്ല. ഇത് നിങ്ങൾക്ക് അതീവ ദോഷകരമായി മാറും എന്ന കാര്യം ഏവരും ഓർക്കുക.